കടുത്തുരുത്ത് നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോൻസി ജോസഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന മണ്ഡലതല പര്യടന പരിപാടിക്ക് കടപ്ലാമറ്റത്ത് തുടക്കം. വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് കടപ്ലാമറ്റം ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ UDF ജില്ലാ ചെയർമാൻ EJ അഗസ്തി പര്യടന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് മോൻസി ജോസഫിനെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ ഓരോ UDF പ്രവർത്തകനും സജീവമായി രംഗത്തിറങ്ങണമെന്ന് EJ അഗസ്തി ഉദ്ഘാടന പ്രസംഗത്തിൽ ആഹ്വാനം ചെയ്തു. ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി മാൻസാറ വോട്ട് ചോദിക്കാൻ തൻ്റെ പര്യടന പരിപാടി തുടങ്ങിവെക്കുന്നത് ഈ കടപ്ലാമറ്റം ജംഗ്ഷനിൽ നിന്നായിരുന്നു. അതിൽ കക്ഷിയാവാനും സാക്ഷിയാവാനുമുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്തവണയും പര്യടന പരിപാടി ഈ കടപ്ലാമറ്റം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കാൻ തീരുമാനിച്ചത് തികച്ചും ഉചിതമായി എന്ന് ഞാൻ കരുതുന്നു. ഈ 11 പഞ്ചായത്തുകളിൽ ആദ്യമായി ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് കടപ്ലാമറ്റത്താണ്. സ്ഥാനാർത്ഥിയെ ഷാളണിയിച്ച് ഈ തെരുവീഥിയിലൂടെ പ്രകടനമായി ആ പരിപാടിക്ക് തുടക്കം കുറിച്ചതും ആദ്യം കടപ്ലാമറ്റമാണ്. ഞാൻ എപ്പോഴും തന്നെ വന്നു പോകുന്ന എനിക്ക് പ്രിയപ്പെട്ട ഒരു നാടായിരുന്നു ഇത്. UDF ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ CC മൈക്കിൾ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോൻസി ജോസഫ് MLA മറുപടി പ്രസംഗം നടത്തി. കടപ്ലാമറ്റം പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന വിവിധ വികസന പദ്ധതികൾ MLA ഫണ്ടും സർക്കാർ ഫണ്ടും വിനിയോഗിച്ചുകൊണ്ട് വിജയകരമായി പൂർത്തീകരിക്കുന്നതിന് കാര്യക്ഷമതയോടെ നേതൃത്വം നൽകുമെന്ന് അഡ്വക്കേറ്റ് മോൻസി ജോസഫ് പറഞ്ഞു. കടപ്ലാമറ്റത്തിന് ഒരു വില്ലേജ് ഓഫീസ് ഇല്ലായിരുന്നു. കടപ്ലാമറ്റത്തിന് വില്ലേജ് ഓഫീസ് അനുവദിച്ചത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ ഗവൺമെന്റിൽ അടൂർ പ്രകാശ് റവന്യൂ മന്ത്രിയായിരിക്കുമ്പോൾ MLA എന്ന നിലയിൽ പ്രിയപ്പെട്ട CC മൈക്കിൾ സാർ അടക്കമുള്ള UDFന്റെ നേതാക്കന്മാർ കൂടി ചേർന്നതുകൊണ്ട് നടത്തിയ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ്. ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, ഇപ്പോൾ വില്ലേജ് ഓഫീസ് ഇവിടെ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ കടപ്ലാമറ്റത്തിന് വേണ്ടിയുള്ള സമഗ്രമായ കുടിവെള്ള പദ്ധതികൾ ഇവിടെ വിവിധ ഘട്ടങ്ങളിലൂടെ നടപ്പാക്കി. ഇനി അത് സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ മണ്ഡലമായി നമുക്ക് കടപ്ലാമറ്റത്തെയും കടുത്തുരുത്തി മണ്ഡലത്തെയും മാറ്റുമ്പോൾ എല്ലാ വീടുകളിലേക്കും ഇവിടെ വെള്ളമെത്തും. വൈദ്യുതി ക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയുള്ള വോൾട്ടേജ് ഇംപ്രൂവ്മെന്റ് സ്കീമുകളിൽ കടപ്ലാമറ്റം പഞ്ചായത്ത് ഉൾപ്പെടെ ചേർന്ന സമ്പൂർണ്ണ വൈദ്യുതീകരണ മണ്ഡലമായി കടപ്ലാമറ്റത്തെ മാറ്റി. ഇവിടെ മിനി സിവിൽ സ്റ്റേഷൻ MLA ഫണ്ട് കൊണ്ടാണ് പണിയുന്നത്. നിങ്ങൾക്കറിയാം, 2 കോടി രൂപ ഇനി 50 ലക്ഷം രൂപ കൂടി കൊടുക്കുമ്പോൾ 2.5 കോടി രൂപയ്ക്ക് വരുന്ന ഏതാണ്ട് 1 വർഷത്തിനുള്ളിൽ കടപ്ലാമറ്റം മിനി സിവിൽ സ്റ്റേഷൻ ഇവിടെ നിർമ്മാണം പൂർത്തീകരിച്ച് അഭിമാനകരമായി നമ്മൾ തുറന്നു കൊടുക്കുമ്പോൾ കടപ്ലാമറ്റത്തിന്റെ വികസന രംഗത്തിൽ പൊൻതൂരായി നമ്മുടെ മിനി സിവിൽ സ്റ്റേഷൻ മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. DCC സെക്രട്ടറി സുനു ജോർജ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസൻ മുണ്ടയ്ക്കൽ, UDF നേതാക്കളായ ലൂക്കോസ് മാക്കിൽ, മഞ്ഞൂർ മോഹൻകുമാർ, MN ദിവാകരൻ നായർ, തോമസ് കണ്ണന്തറ, ബേബി തുണ്ണാങ്കുഴി, ജെയിംസ് പുല്ലാപ്പള്ളി, MC കുര്യാക്കോസ്, സ്റ്റീഫൻ ബാറാവേലി, പ്രമോദ് കട്ടന്തേരി, ശിവരാമൻ, മാത്യു കുളിരാനി, ജോസ് കൊടിയമ്പുരിയിടം, തോമസ് ആൽബർട്ട്, CV കുര്യച്ചൻ, അഭിലാഷ് ജോസഫ്, ഷിജു പാറയിടുക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ മാസം വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനങ്ങളിൽ UDFന്റെ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അറിയിച്ചു.